ചന്തുവിലേക്ക് വരാം. ചന്തു, മഞ്ഞുമ്മൽ ബോയ്സിലൂടെ ചന്തു പോയി രജനീകാന്തിനെ കണ്ടു, കമൽഹാസനെ കണ്ടു. നമ്മുടെ മലയാള സിനിമയിലെ ഒരു തലത്തിലേക്ക് മാറിയ ഒരു സിനിമയും കൂടിയാണ് മഞ്ഞുമ്മൽ ബോയ്സ്. വീണ്ടും ലോകയിലേക്ക് വരുമ്പോഴേക്കും ലോക വീണ്ടും ഒരു പാൻ ഇന്ത്യൻ റേസിലേക്ക് പോകുന്നു. നാഗശ്വിനൊക്കെ സംസാരിക്കുന്നു, ആലിയ ഭട്ട് സംസാരിക്കുന്നു. ചന്തു വീണ്ടും ഈ സംസ്ഥാനം കടന്ന് വീണ്ടും പോവാണ്. അതുകൊണ്ട് ചന്തുവിന് ഇതൊരു പുതിയ എക്സ്പീരിയൻസ് ആയിരിക്കില്ലല്ലേ? അല്ല 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 ഇതൊരു പുതിയ എക്സ്പീരിയൻസേ അല്ല. അല്ല, പ്രത്യേകിച്ച് തെലുങ്കിലൊക്കെ പോയിട്ടെ അവിടെ പോയി തകർക്കുന്നത് കണ്ടു. അവിടെ ഓഡിയൻസിൻ്റെ ഇടയിൽ സംസാരിക്കുക, അവിടുത്തെ സ്റ്റേജ് തന്നെ കയ്യിലെടുക്കുന്നത് ഞാൻ അതുകൊണ്ട് കൂടിയാണ് എടുത്ത് ചോദിക്കുന്നത്. ഇല്ല, അത് എവിടെ പോയാലും സംസാരിക്കേണ്ടി വരുമല്ലോ, അതുകൊണ്ട് സംസാരിച്ചു പോകുന്ന അവസ്ഥകൾ കൊണ്ട് സംസാരിക്കുന്നതാണ്. ഭാഗ്യ നടനായിട്ട് തോന്നുന്നുണ്ടോ ചന്തു? ഭാഗ്യ നടനായിട്ട് ഇല്ല ഞാൻ ഇല്ല, ഉണ്ടെങ്കിൽ ഒരു പടം 200 കോടിക്ക് മുകളിൽ പോകും എന്നുള്ളൊരു ഭാഗ്യം. അതിപ്പോ ഞാൻ പറഞ്ഞില്ല, അടുത്ത പടം പൊട്ടുമ്പോ എന്നെ കളിയാക്കാനല്ലേ. പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ. രാവിലെ നമ്മളൊരു നല്ല രാവിലെ ആയിട്ട് നമ്മൾ അങ്ങനെയൊന്നും പറയാതിരിക്കട്ടെ എന്നുള്ളതാണ്. പക്ഷേ ഡൊമിനിക്ക്, നമ്മൾ ഈ പടത്തിലേക്ക് വരുമ്പോഴേ പ്രത്യേകിച്ച് സൗത്ത് ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ, സൗത്ത് ഇന്ത്യൻ അല്ല ഇന്ത്യൻ സിനിമ ഒട്ടാകെ തന്നെ ഇപ്പോൾ മലയാളത്തെ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം ലാലേട്ടന് കിട്ടിയത് ദാദാസാഹേബ് ഫാൽക്കെ പുരസ്കാരം എന്നുള്ളത്. എനിക്ക് അതിൽ രണ്ടുപേരുടെയും അഭിപ്രായം വേണമെന്നുള്ളതുണ്ട്. കാരണം ആ കഴിഞ്ഞ ദിവസം എന്നുള്ളത് മലയാളത്തിൽ തന്നെ ഒരു നടൻ ആദ്യമായിട്ട് ലഭിക്കുന്ന ഒരു പുരസ്കാരം കൂടിയാണ്. നിങ്ങൾ ബ്രേക്ക് ചെയ്തത് ഒരു ലാലേട്ടൻ സിനിമയുടെ റെക്കോർഡും കൂടിയാണ്. അപ്പോൾ രണ്ടും കൂടി ഇന്റർ കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അപ്പോൾ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് വരുമ്പോഴേക്കും എന്താണ് ഒരു സിനിമാ പ്രവർത്തകൻ എന്ന രീതിയിൽ നിങ്ങളുടെ റെസ്പോൺസ്? എനിക്ക് പേഴ്സണലി ഈ എന്താണ് ഈ ബോക്സ് ഓഫീസ് കളക്ഷൻ മൈൽ സ്റ്റോണുകൾ ഞാൻ അങ്ങനെ വലിയ കാര്യമായിട്ട് എടുത്തിട്ടില്ലായിരുന്നു. എനിക്ക് അതിന്റെ ഒരു എക്കണോമിക്സ് ഇതുവരെ കാര്യമായിട്ട് മനസ്സിലായിട്ടുമില്ല. ഞാൻ പറയാം, ഞാൻ ഇന്നലെ ഞാൻ എന്റെ ഒരു സുഹൃത്തിനടുത്ത് ചോദിച്ചോളൂ, എടാ എന്താണ് ഇൻഡസ്ട്രി ഏറ്റവും ഹയസ്റ്റ് ഗ്രോസർ നമ്മളെ വ്യത്യാസം ഞാൻ ഇന്നലെ ചോദിച്ചോളാം. ഞാൻ അതിൽ അത്ര ബോധേഡല്ല. ഞാൻ ഓണസ്റ്റ്ലി പറയാൻ അത്ര ബോധേഡല്ല. കാരണം ഈ ഒരു ഇനീഷ്യൽ നമ്മൾ പടം ഇറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മളെ കോസ്റ്റ് റിക്കവർ ആയെന്നുള്ളൊരു കേട്ടപ്പോൾ തന്നെ എനിക്ക് സമാധാനമായി. കാരണം നമ്മുടെ ആഗ്രഹം എന്ന് വെച്ചാൽ നമ്മുടെ പ്രൊഡ്യൂസർ പൈസ സ്പെൻഡ് ചെയ്ത പ്രൊഡ്യൂസർക്ക് എങ്ങനെ വന്നാലും ഒരു സേഫ് ആയിരിക്കണം എന്നുള്ളൊരു ഇതാണല്ലോ നമുക്ക് ഇനീഷ്യലി ഉണ്ടാവുക. അത് തന്നെ വന്നപ്പോൾ തന്നെ നമ്മൾ ഹാപ്പി ആയി. പിന്നെ എന്നെ കൂടുതൽ എക്സൈറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഓഡിയൻസിന്റെ റെസ്പോൺസും അവരുടെ ഫീഡ്ബാക്കും, സിനിമ റിപ്പീറ്റ് കാണുന്ന ആൾക്കാർ ചെറിയ ചെറിയ ഡീറ്റെയിൽസ് കണ്ടുപിടിച്ച് അതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത്, അതൊക്കെയാണ് എനിക്ക് പേഴ്സണലി ഭയങ്കര ഹാപ്പിനെസ് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഈ ഫിനാൻഷ്യൽ അല്ലെങ്കിൽ എക്കണോമിക് സാധനത്തിൽ ഞാൻ അത്ര ബോധേഡല്ല. അതുകൊണ്ട് തന്നെ ഏത് സിനിമയെ തോപ്പിക്കുന്നു അങ്ങനത്തെ ഒരു കോമ്പറ്റീഷൻ ഇതില് ഞാൻ അങ്ങനെ കണ്ടിട്ടേ ഇല്ല. പിന്നെ ലാലേട്ടൻ ഡെഫിനറ്റ്ലി വൺ ഓഫ് ദി മോസ്റ്റ് ഡിസേർവിംഗ് പേഴ്സൺ ആണ്. നമ്മുടെ ഇവിടെ ഉള്ള ഏറ്റവും മലയാളത്തിൽ തന്നെയുള്ള ഏറ്റവും വലിയ സ്റ്റാർസിൽ ഒരാളാണ്. അപ്പം ഡെഫിനറ്റ്ലി ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരു അവാർഡാണ്. വളരെ ലേറ്റ് ആയി പോയെന്ന് മാത്രമേ എനിക്ക് തോന്നിയിട്ടുള്ളൂ. ഇത് തന്നെയാണ് പല ഫാൻസും പറയുന്നത്, വളരെ ലേറ്റായി പോയി എന്നുള്ളത്. ചന്തുവിന് അഭിപ്രായം ഉണ്ടോ ചന്തു? ലാലേട്ടന് ഫാൽക്കെ അവാർഡ് കിട്ടാൻ ലേറ്റായി, വൈകി എന്നുള്ളത്? ഇല്ല, കറക്റ്റ് സമയത്താ കിട്ടിയത്. കറക്റ്റ് ഇന്നലത്തെ ദിവസം, ഇന്നലെ വൈകുന്നേരം തന്നെ കിട്ടേണ്ടതായിരുന്നു. അതെ, ഇന്നലെ ആയിരുന്നു കിട്ടേണ്ടത്. അല്ല, എനിക്ക് തോന്നുന്നത് ചന്തു അധികം സംസാരിക്കില്ലെന്ന് തോന്നുന്നു, രാവിലെ ആയതുകൊണ്ടാണ്. കാരണം എനിക്ക് തോന്നുന്നു പല അഭിമുഖങ്ങളിലും ഡോമിനേറ്റ് ചെയ്യുന്നത് നിൽക്കുന്നത് ചന്തുവാണ്. ഞാൻ കുറച്ചുകൂടെ ചന്തു സംസാരിക്കുന്നത് അതെ, രാവിലെ ആയതുകൊണ്ടാണ്. എന്തായാലും ചന്തു ഇപ്പൊ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കഥാപാത്രം എനിക്ക് തോന്നുന്നു ആദ്യം ഇതിൻ്റെ ഒരു തിരക്കഥയിൽ പ്ലാനിൽ ചന്തു ഉണ്ടായിരുന്നില്ല. പിന്നീട് ചന്തു വന്നതാണ്, എൻ്റെ കഥാപാത്രങ്ങളൊക്കെ മറിഞ്ഞതാണ്. ചന്തുവിൻ്റെ ഒരു സംസാരിക്കപ്പെടുന്നത് ഹ്യൂമറാണ്. പ്രത്യേകിച്ച് സംഭാഷണങ്ങൾ തിയേറ്ററുകളിൽ വർക്കാവുന്നു, ചന്തുവിൻ്റെ എക്സ്പ്രഷൻസ് തിയേറ്ററുകളിൽ വർക്കാവുന്നു, പലയിടത്തും ആ ഒരു പോർഷൻ വർക്കാവുന്നു എന്നുള്ളതാണ്. അച്ഛൻ്റെ ഒരു കോമഡി ലെഗസി ചന്തുവിനും ഒരു പിന്തുടരാൻ സാധിക്കുന്നു എന്നുള്ള കമൻസുകളൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ പറയുന്നത് ആ സലീം കുമാർ എന്ന ഫാക്ടർ ഞാൻ മാറ്റി നിർത്തുകയാണ്. ഒരു വ്യക്തി, ഒരു ആക്ടർ എന്ന രീതിയിൽ ഈ കോമൻസ് എത്രമാത്രം നമ്മളെ പുഷ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ചന്തു ഇപ്പോൾ ഇതിനു മുമ്പ് വേറൊരു സിനിമയിൽ വില്ലനായിട്ടും അഭിനയിച്ചിട്ടുണ്ട്, ഇപ്പോൾ ഹ്യൂമർ റോളുകൾ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ഇങ്ങനെ ഒരു വേഴ്സ്റ്റാലിറ്റി കീപ്പ് ചെയ്യുക എന്നുള്ളത് കൂടിയാണോ, അതോ ഹ്യൂമറിലേക്ക് മാത്രം കൈകടത്താമെന്നുള്ളതാണോ? അങ്ങനെ വരുന്ന റോളുകൾ ചെയ്യാന്നുള്ളതല്ലേ. ഞാനത് അറിഞ്ഞുകൊണ്ട് ഇങ്ങനെ കഴിഞ്ഞ പടത്തില് വില്ലൻ, അതുകൊണ്ട് ഈ പടത്തില് ഹ്യൂമർ ചെയ്യാം അങ്ങനെ ഒന്നല്ല. വരുന്ന റോളുകൾ എന്താണോ അത് ചെയ്യാന്നുള്ളതാണ്. അല്ലാതെ ഞാനത് മനഃപൂർവ്വം ചെയ്യുന്നൊന്നുമല്ല. വന്ന് പെടുന്നതാണ്, നമ്മളത് ചെയ്യുന്നേ ഉള്ളൂ. അതത്രേ ഉള്ളൂ. ഞാൻ സെലക്ട് ചെയ്യുന്നൊന്നുമല്ല. ഡൊമിനിക്ക്, എത്ര നിർമ്മാതാക്കളുടെ ഫോൺ കോൾ വന്നു നമുക്ക് അടുത്ത പടം ഒരുമിച്ച് ചെയ്യാം എന്നുള്ള കോളുകൾ എത്ര എണ്ണം എത്തിയിട്ടുണ്ടാവും? കുറച്ച് അങ്ങനെ അടുത്ത പടം എന്നല്ല, എന്നെ മോസ്റ്റ്ലി അപ്രീഷിയേറ്റ് ചെയ്യാനും അങ്ങനെ റിഗാർഡ്സ് ഒക്കെ തരാൻ വേണ്ടിയാണ് കുറെ കോളുകൾ വന്നിട്ടുള്ളത്. അങ്ങനെ വലിയ കോളുകളൊന്നും വേറെ വന്നിട്ടില്ല.
ഓക്കെ. ചന്തു, ഈ മലയാള സിനിമ ഇപ്പോൾ പണ്ട് നമ്മൾ ദിവസങ്ങളുടെ കണക്കുകളൊക്കെ വെച്ചാണ് നോക്കിയിരുന്നെങ്കിൽ ഇന്ന് സംസാരിക്കുന്നത് ബോക്സ് ഓഫീസ് നമ്പറുകളാണല്ലോ. അതായത് ഇത്ര കോടി കളക്ട് ചെയ്യണം, ഇത്ര ക്ലബ്ബ് 150 കോടി 200 കോടി. അപ്പം ചന്തു ആണെങ്കിൽ ഇപ്പോൾ സൂചിപ്പിക്കുന്ന പോലെ മഞ്ഞുമൽ ബോയ്സ് കഴിഞ്ഞ വർഷത്തെ അല്ലെങ്കിൽ ഏറ്റവും അധികം തരംഗം ഉണ്ടാക്കിയ സിനിമ, ഇത്തവണ ലോകയും അതുപോലെ സംസാരിക്കുന്നു. ഈ ബോക്സ് ഓഫീസ് നമ്പറുകളിൽ സിനിമ സംസാരിക്കുന്നതിനെ പറ്റി എന്താണ് അഭിപ്രായം? അത് നല്ലതാണോ? നമ്മൾ ഇൻഡസ്ട്രിയെ ഗുണം ചെയ്യുന്ന ഒരു കാര്യം കൂടിയാണോ? ഇൻഡസ്ട്രി ഗുണം ചെയ്യുമെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇൻഡസ്ട്രിയൊക്കെ കൂടുതൽ പ്രൊഡ്യൂസർക്കായിരിക്കും ഗുണം ചെയ്യുന്നത്. ഇൻഡസ്ട്രിയിൽ നല്ല സിനിമകൾ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഇപ്പൊ ഒരു എന്താ ഒരു വൈഡ് റീച്ച് ആയിരിക്കും കൂടുതൽ ഇൻഡസ്ട്രി ഗുണം ചെയ്യുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഭയങ്കര വലിയ നമ്പേഴ്സ് അല്ലാതെ ഇപ്പൊ എനിക്ക് തോന്നുന്നു കുമ്പളങ്ങി നൈറ്റ്സ് ഭയങ്കര വലിയ നമ്പേഴ്സ് കളക്ട് ചെയ്ത പടമല്ല, പക്ഷെ അതിന് ഭയങ്കരമായിട്ടുള്ള ഒരു പാൻ ഇന്ത്യൻ റീച്ച് കിട്ടിയിട്ടുണ്ട് ആ സിനിമയ്ക്ക്. അപ്പൊ അത്തരത്തിലുള്ള സിനിമകളൊക്കെ ഉണ്ടാകുമ്പോഴും ഈ സെയിം റീച്ച് തന്നെ ലഭിക്കുന്നുണ്ടെങ്കിൽ എനിക്കൊന്നും ആ റീച്ച് ആയിരിക്കും കുറച്ചും കൂടെ കൂടുതൽ ഗുണം ചെയ്യുന്നത്. കാരണം ഇനിയും ചിത്രങ്ങള് അവിടെ സ്വീകരിക്കപ്പെടുകയും അങ്ങനെ ആ ഒരു റീച്ച് ആയിരിക്കുള്ളൂ. ഇപ്പൊ നമ്മളെ ലോകയ്ക്കാണെങ്കിൽ അങ്ങനത്തെ ഒരു റീച്ച് ഓഡിയൻസിനിടെ കിട്ടിയിട്ടുണ്ട്. ലൈക്ക് ഈ നമ്പേഴ്സ് അല്ലാതെ ആളുകളിലേക്ക് എത്തുക എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടല്ലോ, ഇതെല്ലാരും കാണണം. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് കാര്യമുള്ളൂ. അല്ലാതെ ഒരുപാട് കളക്ഷൻ കിട്ടിയതുകൊണ്ട് മാത്രം കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മനസ്സിലായി. ഇപ്പം ഡൊമിനിക്, ഇപ്പോൾ ഈ നമ്മൾ ആദ്യത്തെ ചാപ്റ്റർ ഇറങ്ങി കഴിഞ്ഞിട്ടേ അപ്പോൾ പ്രത്യേകിച്ച് ഇപ്പം നിങ്ങൾക്ക് എനിക്ക് തോന്നിയൊരു വലിയ റിസ്ക് എന്താണെന്ന് വെച്ചാൽ ഇപ്പം നിങ്ങൾ OTT പോലും ഇതുവരെ സെയിൽ ചെയ്തിട്ടില്ലെന്ന് പറയുന്നത് ഇതൊരു വളരെ എക്സ്പെരിമെൻ്റൽ ആയിട്ടൊരു സിനിമ കണ്ടിറങ്ങിയ പ്രേക്ഷകരൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ സാധാരണയായി എല്ലാവരും ചെയ്യുന്നത് ഞാനൊരു കൗതുകം കൊണ്ട് ചോദിക്കുന്ന കേട്ടോ, സാധാരണ എല്ലാവരും ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരത്തെ OTT ഡീൽ അങ്ങ് ഫിക്സ് ചെയ്യുക. കാരണം എങ്ങാനും തിയേറ്ററിൽ ഇത് വർക്കായില്ലെങ്കിൽ ഒന്ന് സേഫാക്കി ഇരിക്കുക എന്നുള്ളതാണ്. പക്ഷേ നിങ്ങൾ അതും കടന്ന് നിങ്ങളുടെ പ്രോഡക്റ്റിൽ വളരെയധികം വിശ്വസിച്ച് തിയേറ്ററുകളിലേക്ക് ഇറക്കി അതിനുള്ള സമ്മാനം പ്രേക്ഷകർ തരികയും ചെയ്തു. ഞാൻ ചോദിക്കുന്നത്, നമുക്ക് ഇപ്പോൾ ഇതൊക്കെ ഇരുന്ന് കൃത്യമായിട്ട് ഡൈസെക്ട് ചെയ്യാനൊക്കെ എളുപ്പമായിരിക്കും, കാരണം സിനിമ വിജയിച്ച് കഴിഞ്ഞു. സിനിമ വിജയിക്കുന്നതിന് തിയേറ്ററിന് വരുന്നതിന് മുമ്പുള്ള നിങ്ങളുടെ മാനസികാവസ്ഥയാണ് എനിക്കറിയേണ്ടത്. കാരണം അങ്ങനെ ഒരു പ്ലാനും ഇല്ലാതെ ചിലപ്പോൾ ഇത് വർക്കാവോ ഇല്ലയോ എന്നുള്ള സംശയം ഉറപ്പായിട്ടും ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ നല്ല പ്രോഡക്റ്റ് ചെയ്തെന്നുള്ള വിശ്വാസം ഉണ്ടായിരിക്കാം. പക്ഷേ എങ്ങനെയായിരിക്കും ഇത് വന്ന് തീരുക എന്നുള്ളൊരു, അല്ലെങ്കിൽ എവിടെയാണ് ലാൻഡ് ചെയ്യുക എന്നൊരു ചോദ്യം ഉണ്ടല്ലോ. അതിന് നിങ്ങൾ പ്രേരിപ്പിച്ച ധൈര്യം എന്താണ്? അത് എന്റെ മാത്രം ധൈര്യമല്ല, അത് പ്രൊഡ്യൂസറുടെ ധൈര്യമാണ്. അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇപ്പം പിന്നെ ഇതൊരു മൾട്ടിപ്പിൾ എപ്പിസോഡ്സ് ഉള്ള ഒരു ഫ്രാഞ്ചൈസ് പോലത്തെ ഇതായതുകൊണ്ട് എടുത്തു ചാടി ഒരു OTT ഡീലിലേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഡക്ഷൻ അങ്ങനെ ഒരു ഡിസിഷൻ എടുത്തായിരുന്നു. അപ്പൊ അവര് പയ്യെ ആലോചിച്ച് തീരുമാനിച്ച് നോക്കാം എന്നുള്ളൊരു ഇതിലായിരുന്നു. അപ്പം പടം എന്തായാലും നമ്മള് ഇപ്പൊ എനിക്ക് തലേദിവസം എന്റെ പ്രൊഡ്യൂസർ എന്നോട് പറഞ്ഞ അതിൽ പുള്ളി എനിക്ക് തന്ന കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ ഇത്ര രൂപ വരെ ലോസ് വന്നാലും നമുക്ക് പ്രശ്നമില്ല, അതുകൊണ്ട് അങ്ങനത്തെ ടെൻഷൻ വേണ്ട, നമുക്ക് നല്ലൊരു സിനിമ നമ്മൾ ചെയ്തിട്ടുണ്ട്, അത് നമുക്ക് ഇറക്കാം, ബാക്കി നമുക്ക് നോക്കാം എന്നുള്ളതാണ് എനിക്ക് തലേദിവസം പ്രൊഡ്യൂസർ പറഞ്ഞത്. അപ്പൊ ഞാൻ ആ ഒരു ഫീലിംഗിലാണ് എന്റെ ഒരു സ്ട്രെസ് ഭയങ്കരമായിട്ട് കുറഞ്ഞത് ഈ റിലീസിന്റെ തലേദിവസം. അപ്പൊ അത് ക്രെഡിറ്റ് മൊത്തം ഞാൻ പ്രൊഡക്ഷന് കൊടുക്കും, അത് ഹാൻഡിൽ ചെയ്ത് തന്നെ. അത് മുഴുവൻ ക്രെഡിറ്റ് ദുൽഖറിന് കൊടുക്കുകയാണ്. കാരണം ഇപ്പം എല്ലാവരും സംസാരിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം എനിക്ക് ബഡ്ജറ്റ് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ, ഞാൻ കേട്ടുകേൾവി മാത്രമാണ് 30 കോടി എന്നുള്ളത്. ഞാൻ നിങ്ങൾ ഒഫീഷ്യലി കൺഫേം ചെയ്യാത്തതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെ എന്നാൽ പോലും ആ ഒരു റേഞ്ച് ബഡ്ജറ്റിൽ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ട്, ഈ കഥയെ വിശ്വസിച്ചുകൊണ്ട് ദുൽഖർ മുന്നോട്ട് വരുന്നത് കൊണ്ട് തന്നെ പല ക്രെഡിറ്റും ദുൽഖറിലേക്കും സോഷ്യൽ മീഡിയയിലൊക്കെ കൊടുക്കുന്നുണ്ട്. അതിൽ ഹാപ്പിയാണ്. അപ്പോൾ ഉറപ്പായിട്ടും അത് ഇല്ലെങ്കിൽ ഞാനിത് നേരത്തെ ഒരു ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുണ്ട്. ഈ സിനിമ മൗണ്ട് ചെയ്യാൻ ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ ഇതിനു മുമ്പ് പല പ്രൊഡക്ഷൻ എടുത്ത് പോയിട്ടുണ്ട്. ആരും നമ്മളെ അങ്ങനെ റിജക്ട് ചെയ്തിട്ടില്ലെങ്കിൽ പോലും അവർക്കൊരു 50-50യിലാണ്. ഇത് കൊള്ളാം, പക്ഷെ എന്നാലും ഇതൊരു ഫീമെയിൽ സെൻട്രിക് ആയിട്ടുള്ള ഒരു സിനിമയാണ്, ഒരു ഫീമെയിൽ സ്റ്റാർ ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഈ ബഡ്ജറ്റിൽ എങ്ങനെ ഇത് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ള കൺഫ്യൂഷനിൽ നിൽക്കുകയായിരുന്നു ബാക്കി പ്രൊഡക്ഷൻ. DQന് എഴുതി ചെല്ലുമ്പോഴത്തേക്കും DQന് അങ്ങനെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ എന്താണ് നമ്മുടെ വിഷൻ എന്നുള്ളത് നമ്മൾ DQ ആയിട്ട് ഷെയർ ചെയ്ത് കഴിഞ്ഞപ്പോ ഏകദേശം അതേ വിഷൻ അല്ലെങ്കിൽ അതിൽ കൂടുതൽ ഇതിനു വേണ്ടി ചെയ്യാൻ പറ്റുമെന്നുള്ള ഒരു വിഷൻ DQനും ഉണ്ടായിരുന്നു. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് DQവും വൈഫെയറും ഇല്ലെങ്കിൽ ഒരുപക്ഷെ ചിലപ്പോൾ ലോക സംഭവിക്കില്ലായിരുന്നായിരിക്കും.